ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗൈസ്, നമ്മളൊരു വീഡിയോ ഇടാമെന്ന് ആലോചിച്ചതാണ്. കറക്റ്റ് ഞാൻ അവസാനിപ്പിച്ചു. അപ്പോൾ ഗൈസ്, ഇന്നത്തോടെ ഇത്ര ഉള്ളു. താറ്റെന്ന് പറയുന്നതായി തന്നെ തനിയെ അങ്ങാട്ടായി. അത് ഞാൻ ഇവിടെ ലാലാപാടി നടക്കണം സമയം. പിന്നെ ആ വീഡിയോ ഞാനങ്ങോട്ട് കളഞ്ഞു. ആ വീഡിയോ എടുത്ത് 900 മേളിൽ പോയാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പോണില്ല, അതെനിക്ക് ഉറപ്പാണ്. രുചിയുണ്ടോ? എന്തായാലും മാങ്ങ കൊണ്ട് ഉണക്കട്ടെ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞത് എന്നെയാണെങ്കിൽ എരിപ്പ് കളിച്ചത് കഴിഞ്ഞ വീഡിയോ ആട്ടെ. ഞാനായിട്ടൊരു ഷോർട്സിന് ഞാൻ പറഞ്ഞത് തന്നെ ഒരു ചെരുപ്പ് ചതിച്ചു. അവിടെ എങ്ങാണ്ട് കിടപ്പുണ്ട് ഓരോ ഒറ്റയേറെ. മറ്റേ ചെരുപ്പ് ഞാൻ ഉപയോഗിച്ചിട്ട് തന്നെ 1 വർഷമായി. അതറിയാമോ നിങ്ങൾക്ക്? ഇവിടെ കൂടെ ചാടി മറിയുക. 1 വർഷമായി ഞാൻ അത് ഉപയോഗിച്ചിട്ടുണ്ട്. എന്നിട്ടും അത് തന്നെ എന്നെ ചതിക്കാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഇത് പറയാ സ്കൂളിൽ മാത്രം ഞാനും കുറേ ഫ്രണ്ട്സ് അവരുടെയൊക്കെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അവനെന്നെ സ്കൂളിലിട്ട് മലർത്തിയടിക്കും. കുഞ്ഞിപ്പീക്കര് സാധനങ്ങളാണ്. ഞാൻ മാത്രം അതിൽ വലിയതായിട്ടുള്ളൂ. ഞാൻ ഇത്ര പിന്നെ ഒരുത്തി ഇത്ര എല്ലാം പോക്ക. അതൊക്കെ എന്നെ ടീം ലീഡർ ആക്കിക്കൊണ്ട് എൻ്റെ പുറകെ. ആ കാലമൊക്കെ എന്ത് നല്ല കാലം. 4ാം ക്ലാസ് കഴിഞ്ഞ് ഇനി സ്കൂൾ വിട്ട് പോവുക വേറെ സ്കൂളിലോട്ട്. 5ാം ക്ലാസ്സിലായി വേറെ സ്കൂളിലോട്ട് പോകും. അങ്ങനെ എനിക്ക് കാണാൻ പറ്റുന്ന ഒരേ ഒരാളേ ഉള്ളൂ. അയാളുടെ പേര് ഞാൻ പറയുക. അയാൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ വഴക്ക് പറയും. അയാൾ മിക്കവാറും ഈ വീഡിയോ കാണുന്നുണ്ട്. ഞാൻ ഈ സ്കൂളിലിട്ട് പോകുമ്പോൾ എനിക്കെന്ന് പറഞ്ഞ സ്കൂളിലായിട്ടാണ് പോകുന്നത്. ആ സ്കൂളിൽ എനിക്ക് ഇനി അമ്മേനെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. എനിക്കറിയില്ല. വിരോധം തോന്നിയേക്കല്ലോ എടി. അപ്പം ഗായ്സ് ഇടിയെന്നോ? അപ്പം ഗായ്സ് എന്താ ചെയ്യുന്നത്? എനിക്ക് ഒരു പിടിയില്ല. ചുമ്മാ ഒരു വീഡിയോ ഇട്ടത്. അത് എന്നെ ചതിച്ച് ഇരിപ്പം അവിടെ കിടക്കും. എന്നെ എല്ലാവരും ചതിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ അവധിക്കാലമായാലും ഇപ്പം ചതിക്കേണ്ട കാലം. അവധിക്കാലമല്ല. ഹായ് ഗായ്സ്, TV ഉണ്ടോ? പിന്നെ നോക്കാം. ഇതെന്ത് വാങ്ങിയ? ഇതെന്താ മറ്റേ ഉണക്കിയ വാങ്ങിയ? കയ്പ്പ്. ഇങ്ങനെ പുളി സോറി. കഴിക്കാണ് ഗൈസ്. അപ്പം ഞാൻ ഒരു വീഡിയോ ഇട്ടതാണ് നേരത്തെ. പക്ഷെ അതെന്താ പറ്റിയെന്ന് വെച്ചാൽ അത് എഡിറ്റ് ചെയ്തതാണ്. എഡിറ്റ് ചെയ്യാൻ തന്നെ 1/2 മണിക്കൂർ കഴിഞ്ഞ ഒരു വീഡിയോ ഇടാൻ തീരുമാനിച്ചു. അതിലോ കറക്റ്റ് നിന്നു. എന്നെ ചതിക്കാനുള്ളവരല്ലേ ഇവിടെ ഉള്ളൂ. അപ്പം ആ വീഡിയോ ഞാൻ ഇട്ടപ്പോഴാണെങ്കിൽ എന്തോ ഇപ്പോൾ ശരിയായി. നമ്മൾ ആ വീഡിയോ ഇടാൻ പോയപ്പോഴേക്കും അത് കട്ടായിപ്പോയി. എന്ന് വെച്ചാൽ നമ്മൾ ഓടിച്ചാടി നടക്കണം അവത്ത് തന്നെ കട്ടായി. എഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ അതും പറ്റും. എഡിറ്റ് ചെയ്യാൻ തന്നെ ഒരു 1/2 മണിക്കൂർ ഇത്രയോളം പെട്ടി. എന്നുവെച്ചാൽ ഇങ്ങനെ ബോക്സ് മാറി മൊബൈൽ ആദ്യം ഇങ്ങനെ വെക്കാണ്ടിരിക്കുക. മറ്റേ കുഞ്ഞു പിള്ളേർ ഇങ്ങനെ ഇതുണ്ട് ഭിത്തിയിലൊക്കെ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വെച്ചിട്ട് ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കുക. അതുമാതിരി എത്ര നേരം ലാസ്റ്റ് ആ വീഡിയോ ഇട്ടിട്ട് ഈ വീഡിയോ ഇട്ടു. ആ വീഡിയോ കണ്ടാലും ആരും സബ്സ്ക്രൈബ് ചെയ്യില്ല, ലൈക്കും ചെയ്യില്ല, കമൻറ്റും ചെയ്യില്ല. ഇട്ടിട്ട് എന്താ കാര്യം? നിങ്ങളെ കുറ്റം പറയണതല്ല, ഞാൻ എന്നെ തന്നെ കുറ്റം പറയുന്ന. ഞാനല്ലേ വീഡിയോ ഇടാത്തത്. നല്ല കമൻറ്റും കിട്ടുന്നില്ല, ലൈക്കും കിട്ടുന്നില്ല, സബ്സ്ക്രൈബും കിട്ടുന്നില്ല. ഏതൊരു കുഞ്ഞിക്കൊച്ചി ഇപ്പം എന്നെ നോക്കിയിട്ട് ഓടിയല്ലോ. എൻ്റെ ഒരു കളിയാ. വിളിക്കും ഒരാറ്റല റോഡ് ഒന്നും കൂടെ അന്ന് കാണുമോ താൻ? ഓക്കെ.
ഹായ്. ഉണ്ടോ കളിക്കാനുണ്ടോ? പിന്നെ അവളുടെ അച്ഛനും അമ്മയ്ക്ക് എന്നെ കുറ്റം പറയും. ഗൈസ് എന്ത് പറയാൻ ജീവിതമായി പോയി. ഇനി അവിടെ നിന്ന് മോങ്ങനും കടിച്ചിട്ടും അതുകൊണ്ട് ഞാനും വിളിക്കാത്ത ടോന്ന് പറയണ്ടേ. ഞാൻ കുഞ്ഞിക്കൊച്ചൊന്നും അല്ല. ഒന്നുമില്ല എൻ്റെ പൊന്നോ, ഒന്ന് പോ. പച്ചായിപ്പോയില്ലേ കാര്യം. ഞാൻ സ്കൂളിൽ സംസാരിക്കുന്നുള്ള ഇത് കേൾക്കണം. സ്കൂളിൽ എൻ്റെ തനി സ്വഭാവം അറിയുന്ന എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന ഇച്ചിരി പേർക്കാണ്. ഇച്ചിരി പേരൊക്കെ ഇത് കാണുന്നുണ്ട്. അതിന് നല്ല മാങ്ങ. ഇത് ഞാൻ കടിച്ചു വെച്ചതായി ന്യൂസ്. കറുത്ത് വീഞ്ഞിരിക്കുക. ഇതാ ഓടി വന്ന സാധനം. എടി ഞാൻ ഹലോ ഗായ്സ് എന്നൊന്ന് പറഞ്ഞേ. കൂട്ടുകാരി വിളിക്കല്ലേ. ഹലോ, എൻ്റെ പേര് എന്തായിരുന്നു? എൻ്റെ പേര് എന്നാ ഹലോ, എൻ്റെ പേര് കാർത്തി എന്ന് പറ. എന്നാ പറ. ഹലോ, എൻ്റെ പേര് കാത്തുവ. ഇങ്ങനെയൊക്കെ പറഞ്ഞാലും കഴിക്കൂ. നമ്മളിങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കുകയാണ്. ഇപ്പൊ ഗായ്സ് ഇന്ന് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അവിടെ കുറെ ചേച്ചിമാർ കുറെ സംസാരിച്ചോണ്ട് പരിപാടിക്ക് ഇരിക്കുക. അതാണ് ഞാൻ പോകാത്ത. ശക്തിശാലിയാന്ന് അറിയാം. എൻ്റെ എല്ലാം കാണണം. ശക്തിയുണ്ട് ഇവിടെ കോർത്തിരിക്കുന്നുണ്ടോ? ഹലോ, നിൽക്കും ഇപ്പൊ ഒരാളെ